എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, പാമ്പ് കടിയുടെ എണ്ണം കൂടുന്നു, പാമ്പ് കടിയുടെ മരണം കൂടുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ 18/5/2025 നിൽക്കുമ്പോൾ ഏകദേശം 13ഓളം കുട്ടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ SITയിലും മെഡിക്കൽ കോളേജിലുമായിട്ട് പാമ്പ് കടിയേറ്റുണ്ടെന്നുള്ളത് മറന്നു പോകാതിരിക്കുക. നിങ്ങൾ ഇവിടെ ഇന്നലെ നിങ്ങൾ ഈ കരവാളൂർ അടുത്ത് ഈ ഭാഗത്ത് ഈ പുനലൂർ ഈ ഭാഗത്ത് എവിടെ ആയൂർ ഈ ഭാഗത്ത് എവിടെയോ ഒരാളിനെ ഒരു രാവിലെ അണലിയുടെ കുഞ്ഞ് കടിച്ചിട്ട് അഞ്ചൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് എനിക്ക് മെസ്സേജ് ഇട്ടു, എനിക്ക് ഫോട്ടോ അയച്ചു. ഉടനെ തന്നെ ഞാൻ പറഞ്ഞു പെട്ടെന്ന് മണിക്കൂർ 4 ഒരു ട്രീറ്റ്മെന്റും തുടങ്ങിയില്ല. ഞാൻ അപ്പം തന്നെ പറഞ്ഞു നേരെ അവിടെ നിന്ന് റെഫറൻസ് വാങ്ങി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ആരും എന്നെ വിളിക്കാറില്ല. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് അവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കണം. അങ്ങനെ ഒരുപാട് പാമ്പടിയുടെ എണ്ണം കൂടുന്നു. അപ്പം അമ്മമാരോട് പറയാനുള്ള, അണലിയുടെ പ്രസവ സമയം തീരാറായി, ഇനി 3-4 ദിവസം കൂടെ ഉള്ളൂ. മുറുക്കൻ പാമ്പിന്റെ മുട്ട വിരിയുന്ന സമയം ഏകദേശം തീർന്നു കഴിഞ്ഞു, കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയമാണ്. അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും സന്ധ്യാസമയത്തോ രാവിലെയോ ഒന്നും ഉച്ചയ്ക്കോ ഒന്നും വാതിൽ വീട്ടിന്റെ മുന്നിലെയോ പിന്നിലെയോ, മുന്നിലെ വാതിൽ തുറന്നിട്ടാലും പിന്നിലെ വാതിൽ അടുക്കളയുടെ പിൻഭാഗത്തുള്ള വാതിലുകൾ തുറന്നിടരുത്. അത് മാത്രമല്ല, നിങ്ങളെ കുളിമുറിയിൽ നിന്ന് വെള്ളം പോകുന്ന ആ ഓവ് എപ്പോഴും നിങ്ങളെ ബാത്ത് അറ്റാച്ച്ഡ് റൂമാണെങ്കിൽ അകത്ത് അതിന്റെ നെറ്റ് ഉണ്ടെങ്കിൽ ആ നെറ്റിന്റെ പുറത്ത് ഒരു ബക്കറ്റ് വെള്ളം പിടിച്ചങ്ങ് വെച്ച് ബക്കറ്റ് വെള്ളം പിടിച്ച് ആ നെറ്റ് അടച്ചു വെക്കണം. കുളിക്കുന്ന സമയത്ത് മാത്രം അത് നീക്കണം. പിന്നെ അതുപോലെ അടുക്കളയിൽ നിന്ന് വെള്ളം പോകുന്ന ആ ഓവിലും നെറ്റ് നല്ല ഇതാക്കണം. പിന്നെ അടിയിൽ സിങ്ക് ഉണ്ടെങ്കിൽ സിങ്കിന്റെ അടിയിൽ വന്നിരിക്കുന്ന പൈപ്പിന് ആ ഹോൾ ഉണ്ടെങ്കിൽ അത് MCയിൽ വെച്ച് അടയ്ക്കണം. ഒരു കാരണവശാലും നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. എന്താ നിങ്ങളറിയാലോ, നിങ്ങൾക്ക് ഈ ഷൂവിനകത്തൊക്കെ പാമ്പ് ഇരുന്ന് കടികിട്ടുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അറിയാം, കഴിഞ്ഞ ഒരു 4 മാസങ്ങൾക്ക് മുന്നേ കോഴിക്കോട് ജില്ലയിലോ മലപ്പുറത്തോ ആണെന്നത് ഒരു കൊച്ചുമോൻ 2.5 വയസ്സുള്ളൊരു മോന് 3 വീലുള്ള ചെറിയ സൈക്കിൾ ഇങ്ങനെ രാവിലെ വന്ന് എടുക്കുമ്പോൾ അതിൽ നിന്ന് മോന്റെ കയ്യിലേക്ക് ആ ബെല്ലിന്റെ സൈഡിൽ നിന്ന് എന്തോ ഒരു സാധനം മോനെ കടിച്ച് മോൻ ഓടി വന്ന ഉമ്മയോട് പറഞ്ഞു, ആ ഉമ്മ എന്നെ എന്തോ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരത് അത്ര കാര്യമാക്കിയില്ല. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ മോന് മരണപ്പെട്ടു. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടിട്ടുണ്ട്. അതൊരു എന്റെ നാട്ടിൽ തൊട്ടിൽ കിടന്നിറങ്ങി 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് തൊട്ടിലിൽ വെച്ച് പാമ്പ് കടിയിട്ട് മരണപ്പെട്ടത് എന്റെ വീടിന്റെ അവിടെ നിന്ന് ഒരു 500 മീറ്റർ അപ്പുറത്താണ്. അതുപോലെ എന്താ പറയുക, നമ്മുടെ പാറശാലയ്ക്ക് അടുത്ത് കിടന്നുറങ്ങിയ 13 വയസ്സുള്ള ഒരു മകൻ പാമ്പ് കടിയിട്ട് മരണപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലാണ്. കോഴിക്കോട് കടലിൽ കിടന്നുറങ്ങിയ ഒരു 17 വയസ്സുള്ള ഒരു മോള് പാമ്പ് കടിയിട്ട് മരണപ്പെട്ടത് നമ്മുടെ കേരളത്തിലാണ്. ഇതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം, നിസ്സാരമായിട്ട് കാണരുത്. എൻ്റെ അമ്മമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വീട്ടിന്റെ ഭാഗത്തൊക്കെ വീട്ടിനോട് ചേർന്ന് ഈ ജനലൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു കാരണവശാലും ചെടികളൊന്നും പടർന്നു പോകുന്ന ചെടികൾ വെക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ പയറൊക്കെ പടർത്തി വിടുന്ന വള്ളി അല്ലെങ്കിൽ ആ കയറ് കെട്ടുന്നത് വീട്ടിന്റെ ആ ഷെൻസൈഡിന്റെ ക്ലാമ്പിൽ കെട്ടുന്ന ഒരു വിനോദമുണ്ട്, അത് ഒഴിവാക്കണം. ഫാഷൻ ഫ്രൂട്ട് പോലത്തുള്ള സാധനങ്ങൾ വീട്ടിന്റെ മണ്ടയിലേക്ക് പടർത്തി വിടുന്നത് നിങ്ങൾ ഒഴിവാക്കണം. ഇതൊക്കെ പാമ്പതികൾ നമ്മുടെ വീട്ടിനകത്തേക്ക് കടന്നു വരാൻ സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെന്നുള്ളത് മറന്നു പോകാതിരിക്കുക. അതുപോലെ നിങ്ങൾ ഈ എന്താ പറയുക, ഷൂ വെക്കുന്ന ചപ്പല് വെക്കുന്ന റാക്കുകൾ ഒരു കാരണവശാലും ചെറിയ റാക്ക് വെക്കരുത്. നമ്മുടെ ഹിപ്പിന്റെ പക്കത്തിന് മേൽപോട്ടുള്ള റാക്കുകൾ വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. കാരണം ഒരു 3 അടി 4